മറ്റേ സ്വഭാവം ഉണ്ടല്ലോ അത് എന്നോട് കിട്ടിയ മധുരം അരക്കി. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി. തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താൽ മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്കും എടുക്കുമ്പോ മൂടും തട്ടിങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്, ഇത്രയും മുളകൊന്നും വേണ്ട. ചിലക്കണ്ടടി എന്നോട്. ഇതിന് മുതൽ ചെലവാക്കുന്ന നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കോട്ട് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണത് നിന്ന് നോക്കോ. പോകഞ്ഞിട്ട് വയ്യേ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ചുകൊണ്ടൊന്നിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായിൽ വെക്കാൻ പറ്റുമോ? എന്നാ വെന്തിട്ടുണ്ടോ? വെന്തിട്ടില്ല. ഇടുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനേ കൊള്ളൂന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. തൃപ്തിയായല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞു. എനിക്ക് മനസ്സിലാവേണ്ടടി നിങ്ങളുടെ ഈ നാടകം കളി. മീൻ വറുത്തത് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പൊറാട്ട് നാടകം. എരിവ് കൂടി ഇത്രേ. എരിവ് കൂടിയാലേ എനിക്ക് തീരാണ്. എന്റെ ആമാശയം തെറി പറയണ്. തുടങ്ങിയ നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. ദേ കാണണോ വേണോ? എന്താടി ഇത്? കറേ ചെളിയാ കാക്കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല. ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറേ. അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. നല്ല ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് കാക്ക തൂറിട്ടുണ്ടാവൂടി. എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്താ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനമേ എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്ത കേൾക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം. കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിട്ടോ. അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല, കൊലക്കളയും ഞാൻ. എന്താ പറ്റി നടക്കുക? എന്തായാലും എനിക്ക് പറ്റുന്നില്ല. താല കറങ്ങണം. കളിക്ക് നിൽക്കുമ്പോഴേ കളിയിൽ വേണം മനസ്സ്. പൂരപ്പറമ്പാണ്. ആളുകൾ കയ്യൊക്കെ തുടങ്ങിയാലേ വരണവനും പോണവനും ഒക്കെ കയറി മേയും. ശ്വാസം വിടാൻ നേരം ഉണ്ടാവില്ല. നിനക്ക് മാത്രമല്ല ചായം തേച്ചിരിക്കണ എല്ലാവർക്കും കൊണ്ടാടി പന്നി. നീ ഒറ്റൊരുത്തൻ കാരണം കമ്മിറ്റിക്കാർ പറഞ്ഞ കാശ് തരില്ല. നീ ഇതേടെ കരുതേ നഷ്ടം. താളും മുതലത്ത് കോമാടി വരെ കളി പഠിച്ചു. ട്രൂപ്പിന് ചീത്ത പേരുണ്ടാക്കുന്ന നിങ്ങളെ തന്നെയാണ്.
എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീർന്നിട്ടാണോ ആളുകൾ ജോലിക്ക് പോകുന്നത്? ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞാലും ഏറ്റ കളി കഴിയണവരെ നമ്മൾ ചിരിച്ചോണ്ട് തന്നെ നിൽക്കണ്ടേ? ഓരോ പ്രശ്നങ്ങൾ കളിയായിട്ട് കൂട്ടിക്കൊഴിച്ചാൽ പിന്നെ എങ്ങനെയാ? ഒന്നാമത് എനിക്ക് മടുത്തു, അതാണ്. അത് നിന്റെ തോന്നല. എല്ലാവരും കൂട്ട് തട്ടി കളിക്കാനുള്ള ഒരു പൊട്ട ജന്മമാണ് എൻ്റേത്. ഇവിടെ ചെന്നാലും ആട്ടും തുപ്പു പറ്റരുത് എനിക്ക്. എന്താ തമ്പുരു, തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടോ? നീ മനഃപൂർവ്വം കുമ്പം താഴേട്ടതൊന്നും അല്ലല്ലോ. വീട് അത് കഴിഞ്ഞില്ലേ? നിനക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ, നമുക്ക് വേറെ വീട് അന്വേഷിക്കാം. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ പോരേന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ? വയസ്സായൊരു അച്ഛൻ മാത്രമല്ലേ വീട്ടിലുള്ളൂ? കുന്നിലെ കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒന്നിച്ച് അന്ന് തരാം. കുന്നിലെ കളിക്ക് ഞാൻ ഉണ്ടാവില്ല, എനിക്ക് നോമ്പുണ്ട്, താലപ്പൊലി എടുക്കണം. അപ്പൊ നിനക്ക് വേറെ ആര് കളിക്കും? നിന്നെ കൂടി കണ്ടിട്ടല്ലേ കളിയാറ്റത്. എനിക്ക് വയ്യണ്ണ, മടുത്തു, മതിയായി ജീവിതം. എങ്കിൽ പിന്നെ എന്തിനാണ് നോമ്പ് തലപ്പിലൊക്കെ പോയി കെട്ടി തൂങ്ങി ചാവ്, അല്ലെങ്കിൽ പോയി ട്രെയിനിൽ തലവെക്ക്. ഒരു കാര്യം ഞാൻ പറയാം, കൂട്ടത്തിൽ ആള് തികഞ്ഞിട്ട് പുറത്തുനിന്ന് ചോദിച്ച പണം കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവരുന്നത്. ഏറ്റ കളിക്കെങ്ങനെ വരാതിരുന്നാൽ പിന്നെ ജന്മത്തിൽ കളിക്കില്ല, ഓർത്തോ. സമയം നിന്ന് എന്തീ പോണത്? എന്തീ പോണെന്ന്? പെട്ടെന്നുണ്ടായ കല്യാണമാണേ. കല്യാണം ശരിയാവലൊക്കെ ഒരു യോഗം അല്ലേ വെങ്കിടിയെ? ഇവിടെ ഏതെങ്കിലും തെണ്ടിയോളെ പെട്ടിരുന്നെങ്കിലേ. ഓ, ഇതേതായാലും നന്നായി. ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും പൂച്ചക്കാശത്ര യോഗം യോഗം. രണ്ട് പനെടുത്തോ? ഓ, ആദ്യം ഒന്ന് തുടങ്ങ്. അതാ ഒരു വാട്ടം. ഓ
പോവാൻ പറ പള്ളിയോട്. അയാളെന്താ നിന്നെ ഞെക്കി കൊല്ലു? ഞെക്കിക്കൊല്ല എന്ത് കോഴിയാ? എടാ കുമ്പം കളിയില്ലെങ്കിൽ വേറെ ജോലി കണ്ടുപിടിക്കണം. എടാ തമ്പുരോ, അനക്ക് പറ്റുച്ച പോയാ മതി. ആരെങ്കിലും ഇവിടെ നിർബന്ധിക്കണ്ട. ഓൻ എന്താ ചെയ്യട്ടെ. ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ജീവിതമുണ്ട്. അതിന്റെ മേൽ കുതിര കയറാൻ ആരെ അനുവദിക്കാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. ആ പോളിസി നീ കയ്യിൽ വെക്കി. തത്വം പറച്ചിലല്ല ജീവിതം. മാസങ്ങളായി നമ്മൾ രണ്ടാൾ ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടല്ലേ? ഈ പെണ്ണ് വന്നു കയറി അന്ന് മുതൽ നീ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക്, സ്നേഹത്തോടെ ഒരു നോട്ടം ഉണ്ടായിട്ടുണ്ടോ? പന്ത് തട്ടുന്ന പോലെ തട്ടി കളിക്കായിരുന്നില്ലേ നിങ്ങൾ രണ്ടാളും? അതൊരു കുതിരയേറ്റം തന്നെയാണ്. അങ്ങനെയുള്ള നിനക്ക് തത്വം പറയാനുള്ള യോഗ്യതയില്ല, യോഗ്യതയില്ല. തത്വം പറയണത് വളരെ കറക്റ്റാ. ഇവനിനി കള്ളു കൊടുക്കണ്ട. മറ്റുള്ളവര് ബോധം പോവാനാ കള്ളു കൊടുക്കുന്നത്. ഇവന് ബുദ്ധി തെളിഞ്ഞു വന്നത് കള്ളു കുടിക്കുമ്പോളാ. 13 കൊല്ലമായി ഞാൻ പണലിപ്പന്റെ കീഴില്. കുന്നിലെ ഒരു കളിക്ക് ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ പിരിച്ചുവിടുന്ന്. പിരിച്ചുവിട്ടാ ജീവിക്കണ്ടേ എനിക്ക്? ചാവുന്നത് വരെ ജീവിക്കണ്ടേന്ന്. അതെന്താ സമാനം പറയുന്നത്? മതി മതി, എഴുന്നേറ്റ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിനി വീട്ടിലേക്കില്ല. അതിനാരും എന്നെ നിർബന്ധിക്കണ്ട. ഒരാൾക്ക് ഭൂമിയോളം താഴാം, പാതാളത്തോളം താഴാം. അവിടെ നിന്ന് എങ്ങനെ പോവും? ഇനി ആരും എന്നെ നോക്കണ്ട. ഞാൻ എവിടേക്കും പോവും, എവിടേക്കും പോവും. ഞാൻ ഈ വീട്ടിലേക്കില്ല. ഞാൻ ഈ വീട്ടിലേക്കേ ഇല്ല. ഇപ്പൊ നീ തൽക്കാലം അകത്തേക്ക് പോ. ഞാൻ ഇവിടെ കിടക്കും. ഞാൻ ഈ മുറ്റത്ത് കിടക്കും. ഇനി മുതൽ എനിക്ക് ഇവിടെയാണ് സ്ഥാനം. നീ അവളെ കൂടെ അകത്ത് പോയി കിടന്നോ. വീട്ടുകാവലൊരു പട്ടിയെ വേണമെന്ന് നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് നീ പട്ടിയെ വാങ്ങിക്കുന്നതെങ്കിൽ നീ ഇനി പട്ടിയെ വാങ്ങിക്കണ്ട. ഞാൻ അസലായിട്ട് വരയ്ക്കും. ഒരു പട്ടിയുടെ വിലയെങ്കിലും നീ എനിക്ക് തന്നാ മതി. ഇവനെ ഞാനിത് പിടിച്ചു മാറ്റി.